പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വാസവൻ സുധാകരൻ മാഷിന്റെ വീട്ടിൽ വന്നുകൊണ്ട് തന്നെ ആകങ്ങ് ബഹളമുണ്ടാക്കാണ്. സുധാകരൻ മാഷ് പാവം കാര്യങ്ങളൊക്കെ വാസവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്. എന്റെ മോൻ വിക്രം ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല, ആവുന്നതും തന്നെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ വാസവൻ അതൊന്നും തന്നെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. വിക്രം തന്റെ മകനെ കൊന്നുവെന്ന വാശിയിൽ അയാൾക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരികയാണ്. അയാൾ സുധാകരൻ മാഷിനെ തല്ലാൻ ഓങ്ങുന്നത് കണ്ടപ്പോൾ കമലമ്മ ഇടയ്ക്ക് കയറി വന്നതുകൊണ്ട് തന്നെ തടയാൻ നോക്കി. പക്ഷേ വാസവൻ അയാളെ ദൂരത്തേക്കങ്ങ് തള്ളിവിട്ടു. അങ്ങനെ തലയടിച്ച് വീണ കമലമ്മയുടെ ബോധമങ്ങ് പോയി. പെട്ടെന്ന് കേട്ട ആ ഒരു ആഘാതത്തിൽ ടെൻഷനും സ്ട്രെസ്സും പാവത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. വാസവൻ അവിടെ നിന്നും പോയി. ശ്രീജയും മാഷും കൂടി ചേർന്ന് കമലമ്മയെ എഴുന്നേൽപ്പിക്കാൻ നോക്കിയെങ്കിലും അവർക്കൊട്ടും തന്നെ അനക്കമില്ലായിരുന്നു. ഉടനെ തന്നെ അവർ കമലമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വിക്രം ഒരു തെറ്റും ചെയ്യില്ലെന്ന് ഉറപ്പുമുള്ള മാഷിന് ആകെ സങ്കടമായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ തന്നെ കമലമ്മയെ ICUയിലേക്ക് മാറ്റി. കാരണം ആ ഒരു പേടി കാരണം കമലമ്മയുടെ BP ഒക്കെ വല്ലാതെ ലോ ആയിട്ടുണ്ട്. ഇതിനിടെ വിവരമെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അനിയൻകുട്ടൻ വിക്രമിനോട് പറഞ്ഞു, നിന്റെ അമ്മ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ആയി എന്നും വാസവൻ വീട്ടിലേക്ക് വന്ന് സീനുണ്ടാക്കിയതിനെ തുടർന്നാണ് എന്നും പറഞ്ഞപ്പോഴേക്കും വിക്രമിന് ഇരിക്കപ്പൊറുതി ഇല്ലായിരുന്നു. താനിപ്പോ ഒളിവിലാണെങ്കിൽ പോലും സ്വന്തം അമ്മയെ വയ്യാതായി എന്നറിഞ്ഞപ്പോഴേക്കും അമ്മയെ കാണാൻ ഒരു ആഗ്രഹം തോന്നി വിക്രമിന്. ജീവൻ പോയാലും അമ്മയൊന്ന് കാണാം. അനിയൻകുട്ടൻ അവനെ തടയാൻ നോക്കിയെങ്കിലും വിക്രം അതിനേക്ക് എതിർത്തു. എടാ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പോലീസും വാസവന്റെ ഗുണ്ടകളും നിന്നെ വകവരുത്തുമെന്ന് പറഞ്ഞു നോക്കിയെങ്കിലും അമ്മ കഴിഞ്ഞിട്ടേ വിക്രമിന് മറ്റെന്തുമുള്ളൂ. എന്റെ പെറ്റമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തനിക്ക് സഹിക്കില്ല എന്നും പറഞ്ഞു കൊടുത്തിട്ട് അവൻ ഉടനെ തന്നെ അവിടെ നിന്നും ഇറങ്ങി. ഇതേ സമയത്തിന് ശ്രീജ വേദയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിവരം അറിഞ്ഞതോടുകൂടി തന്നെ വേദ ചങ്ക് തകർന്നു കൊടുത്തിനെ വേഗം ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുന്നുണ്ട്. വേദ അവിടെ ചെന്ന് മാഷിനെ ആശ്വസിപ്പിച്ചു. അച്ഛൻ വിഷമിക്കേണ്ട, വിക്രം ഒരിക്കലും ഇങ്ങനെ കൊലപാതകം ചെയ്യില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട് എന്ന് അവൾ ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു. ഇതിന് പിന്നിൽ ആരുടെയോ കളിയുണ്ട് എന്നും വിക്രം നിരപരാധിയാണെങ്കിൽ താൻ അവനെ പുറത്തു കൊണ്ടുവരുമെന്നും വേദ അവർക്ക് വാക്ക് നൽകി. നിനക്ക് വിക്രമിനോട് ഇപ്പോഴും സ്നേഹമുണ്ടല്ലേ എന്ന് സുധാകരൻ മാഷ് ചോദിച്ചപ്പോൾ വേദ മറുപടിയൊന്നും തന്നെ പറഞ്ഞില്ല. അവളുടെ വാക്കുകളിൽ ആ കരുതൽ നിറഞ്ഞു നിന്നിരുന്നു. മുൻപും വിക്രമിനെ പല ആപത്തിൽ നിന്നും രക്ഷിച്ച വേദയിൽ മാഷിന് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. അമ്മയെ നോക്കിക്കൊള്ളാൻ പറഞ്ഞ് വേദ അവിടെ നിന്നും ഇറങ്ങി. വിക്രമിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തണം. അവനെ നേരിട്ട് കണ്ടാൽ മാത്രമേ അന്ന് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ പറ്റൂ. ഇതിനിടയിൽ പോലീസ് വീട്ടിൽ വന്ന് വിനായകനെയും നന്ദിനെയും ചോദ്യം ചെയ്യുന്നുണ്ട്. വിക്രം എവിടെയുണ്ടെന്ന് അവർക്കൊരു സൂചന കിട്ടി. പോലീസ് അങ്ങോട്ടേക്ക് പാഞ്ഞെങ്കിലും വിക്രം തലനാരിഴക്കാണ് പെട്ടെന്ന് അവിടെ നിന്നും എസ്കേപ്പ് ആയത്. മറുഭാഗത്ത് ശ്രീകാന്ത് ചന്ദ്രശേഖരനെ വിളിച്ച് അടുത്ത പ്ലാനെല്ലാം തന്നെ പറയുന്നുണ്ട്. വിക്രത്തിന്റെ കാര്യത്തിൽ ഉടനെ തന്നെ ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് അവരുറപ്പിച്ചു. വാസവനെ വിക്രമിനെതിരെ ഇറക്കിവിട്ടത് താനാണെന്ന് വാസവൻ അറിയില്ലല്ലോ എന്ന ധൈര്യത്തിലാണവൻ. വരുണനെ ഇല്ലാതാക്കിയത് ദീപ്തിയിൽ നിന്നും അവനെ അകറ്റാനായി താൻ കൊടുത്ത കൊട്ടേഷനാണെന്ന സത്യം അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ശ്രീകാന്തിന്റെ മുറിയിലേക്ക് വന്ന വേദ ഇവർ സംസാരിക്കുന്നതെല്ലാം തന്നെ ഒളിഞ്ഞു കേട്ടു. അതോടെ കാര്യങ്ങളെല്ലാം തന്നെ വേദക്ക് ഏകദേശം പിടികിട്ടി. ശ്രീകാന്തിന് ഇതിൽ പങ്കുണ്ട് എന്നും വിക്രം നിരപരാധിയാണ് എന്നും വേദക്ക് അതോടുകൂടെ മനസ്സിലായി. ഇതെല്ലാം കേട്ട വേദ ഇതെല്ലാം കയ്യോടെ പിടിക്കണമെന്നും വിക്രമിനെ രക്ഷിക്കണമെന്നും വേദ തീരുമാനിച്ചു. ഇതിനിടയിൽ ശ്രീകാന്ത് ദീപ്തിയെ ചെന്ന് അവളുടെ മനസ്സൊക്കെ വിക്രമിനെതിരെ കൂടുതൽ വിഷലിപ്തമാക്കുന്നുണ്ട്. വിക്രമാണ് തന്റെ ജീവിതം നശിപ്പിച്ചതെന്ന് അവൾ വിശ്വസിച്ചു. ദീപ്തി അതെല്ലാം വിശ്വസിച്ചതിന് ശേഷം വേദയോട് പോലും അങ്ങ് തട്ടിക്കയറാണ്. അന്വേഷണം നടത്തുന്നതിൽ ഒരു രാത്രി വേദയെ ജോസഫ് വിളിക്കുന്നു. വിക്രം എവിടെയുണ്ടെന്നും അറിയാമെന്നും പറഞ്ഞ് ചക്രവാണി സാറിന്റെ ഓഫീസിലേക്ക് അവൻ എത്തിക്കാൻ വേദ നിർദ്ദേശിച്ചു. ജോസഫ് പറഞ്ഞിട്ടും വിക്രം ഒറ്റയ്ക്ക് വക്കീൽ ഓഫീസിലേക്ക് ബൈക്കിൽ തിരിച്ചു. എന്നാൽ ഈ വിവരമറിഞ്ഞ വാസവനും ഗുണ്ടകളും വിക്രമിനെ പിന്തുടർന്നു. വക്കീൽ ഓഫീസിൽ വേദ വിക്രമിനെ കാത്തിരിക്കുമ്പോൾ വിക്രമിന്റെ ബൈക്കിൽ വാസവന്റെ ജീപ്പ് വന്നിടിച്ചു. റോഡിൽ തെറിച്ചു വീണ വിക്രം എഴുന്നേറ്റ് ഓടാൻ നോക്കിയെങ്കിലും വാസവൻ അവന്റെ കാലിനങ്ങ് വെടിവെച്ചു. ഇരുട്ടിലേക്ക് ഉരുണ്ടു വീണ വിക്രത്തെ വാസവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ തീർന്നു കാണണമെന്ന് കരുതി അയാൾ അവിടെ നിന്നും ഓടിപ്പോയി. പിന്നീട് അവിടേക്കെത്തിയ വേദയും ജോസഫും ചേർന്നുകൊണ്ടാണ് രക്തം വാർന്നു കിടക്കുന്ന വിക്രമിനെ കണ്ടെത്തിയത്. അവനെ താങ്ങി പിടിച്ച് വക്കീൽ ഓഫീസിലേക്ക് എത്തിച്ച് ശുശ്രൂഷിക്കുമ്പോൾ വേദ ഉറപ്പിച്ചു, സത്യം പുറത്തു കൊണ്ടുവരുമെന്നും ശ്രീകാന്തിന്റെയും ചന്ദ്രശേഖരന്റെയും കള്ളത്തരങ്ങൾ വാസവനെ കൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തുമെന്നും. വാസവൻ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവരെയൊന്നും വെറുതെ വിടില്ല എന്ന് ഉറപ്പാണ്. ചക്രവാണി സാറിന്റെ വക്കീലായ ആ പഴയ ഓഫീസിലെ മങ്ങിയ വെളിച്ചത്തിൽ വേദന കൊണ്ട് പുളയുന്ന വിക്രമിന്റെ കാലിലെ മുറിവ് വേദ കെട്ടിവെക്കുമ്പോൾ അവളുടെ കൈകളെല്ലാം വിറക്കുന്നുണ്ടായിരുന്നു. പുറത്ത് കനത്ത മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ ഇടിമുഴക്കത്തിൽ വിക്രം പതുക്കെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ കണ്ടത് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന വേദയാണ്. വേദ, നീ എന്തിനാ എന്നെ രക്ഷിക്കാൻ വന്നത്? എല്ലാവരും എന്നെ ഒരു കൊലപാതകയായിട്ടല്ലേ കാണുന്നത് എന്ന് വിക്രം വിങ്ങലോടെ ചോദിക്കുമ്പോൾ
വേദയുടെ കണ്ണുകളിൽ നിന്നും ഒരു കണ്ണുനീർത്തുള്ളി അവന്റെ നെറ്റിയിലേക്ക് അങ്ങ് വീഴു. വിക്രം, സത്യാവസ്ഥ എനിക്ക് മനസ്സിലായി. ശ്രീകാന്തും ചന്ദ്രശേഖരനും ചേർത്തൊരുക്കിയ ചതിക്കുഴിയാണിതെന്ന് എനിക്കറിയാം. നിങ്ങളെ ഞാൻ തോൽപ്പിക്കാൻ ഒരിക്കലും വിടില്ല, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ആ രാത്രി തന്നെ ജോസഫിന്റെ സഹായത്തോടു കൂടി തന്നെ വിക്രമിനെ ഒരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ വേദ തീരുമാനിച്ചു. കാരണം വാസവന്റെ ഗുണ്ടകൾ ഏത് നിമിഷവും അങ്ങോട്ടേക്ക് എത്തുമെന്ന് അവൾക്ക് ഭയമുണ്ടായിരുന്നു. അടുത്ത ദിവസം നേരം വെളുത്തപ്പോൾ ചന്ദ്രശേഖരന്റെ വീട്ടിൽ വലിയൊരു ആഘോഷമായിരുന്നു. വിക്രം വെടിയേറ്റു മരിച്ചു എന്ന് വിശ്വസിച്ച ശ്രീകാന്ത് ദീപ്തിയെ നിർബന്ധിച്ച് വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ദീപ്തി, ഇനിയെങ്കിലും നീ ആ സത്യം ഉൾക്കൊള്ളണം. നിന്റെ വരുണിനെ കൊന്ന വിക്രം ഇനി തിരിച്ചു വരില്ല. നിനക്കൊരു ജീവിതം വേണം. നിന്റെ വരുൺ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. നിനക്കിനി ഒരു ജീവിതം വേണമെന്ന് ശ്രീകാന്ത് ഉപദേശിക്കുമ്പോൾ ദീപ്തി ആകെ തകർന്നു പോയിരുന്നു. ഈ സമയം വേദ നേരെ വാസവന്റെ അടുത്തേക്ക് ചെന്നു. മകനെ നഷ്ടപ്പെട്ട ആ അച്ഛന്റെ കണ്ണിലെ കനൽ കണ്ടപ്പോൾ അവൾക്ക് ഭയം തോന്നിയില്ല. വാസവ ചേട്ടാ, നിങ്ങൾ കൊന്നത് നിങ്ങളുടെ മകന്റെ ഘാതകനെയൊന്നുമല്ല, മറിച്ച് വരുണിനെ സ്നേഹിച്ച അവന്റെ സുഹൃത്തിനെയാണ്. അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ വേദ ശ്രീകാന്തും ചന്ദ്രശേഖരനും തമ്മിൽ നടത്തിയ ആ ഒരു ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡിങ്സ് എല്ലാം തന്നെ വാസവന് മുന്നിലങ്ങ് പ്ലേ ചെയ്ത് കൊടുത്തു. അത് കേട്ടതോടുകൂടി തന്നെ വാസവന്റെ മുഖമങ്ങ് വലിഞ്ഞു മുറുകി. തന്റെ മകന്റെ യഥാർത്ഥ ശത്രുക്കൾ തന്റെ കൂടെ നിന്നവർ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അയാൾ ഒരു ഭ്രാന്തനെ പോലെ നിന്നങ്ങ് അലറി. വാസവൻ തന്റെ ജീപ്പുമായി ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ കല്യാണ നിശ്ചയത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും നോക്കി നിൽക്കെ തന്നെ വാസവൻ ശ്രീകാന്തിനെ കോളറിനങ്ങ് കുത്തിനി പിടിച്ചു. എന്റെ മോനെ കൊന്നിട്ട് നീ സുഖമായിട്ട് വാഴാമെന്ന് കരുതിയോടാ എന്നും ചോദിച്ചുകൊണ്ട് തന്നെ അയാൾ ശ്രീകാന്തിനെ നിലത്തിട്ടങ്ങ് ചവിട്ടി. പോലീസും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. വേദ ഹാജരാക്കിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീകാന്തും ചന്ദ്രശേഖരനെയും അവിടെ വെച്ച് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതെല്ലാം കണ്ട് പകച്ചത് പോയ ദീപ്തിയുടെ അടുത്തേക്ക് വിക്രം പതുക്കെ ചെന്നു. അവന്റെ കാലിലെ കെട്ടും തളർച്ചയും കണ്ടപ്പോൾ ദീപ്തിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അങ്ങനെ വിക്രം നിരപരാധിയാണ് എന്ന കാര്യം വേദ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതേ സമയത്ത് കമലമ്മയാണെങ്കിൽ രോഗമെല്ലാം ഭേദമായിക്കൊണ്ട് തന്നെ കമലമ്മ ഹോസ്പിറ്റലിൽ നിന്ന് സുഖം പ്രാപിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ വിക്രത്തെയും വേദയും ഒരുമിച്ച് കാണുകയാണ് അമ്മ. രണ്ടുപേരെയും ഒത്തൊരുമിച്ച് കാണുന്ന സമയത്തിന് സുധാകരൻ മാഷിനും കമലമ്മയ്ക്കും ഒരുപാടധികം സന്തോഷമായിരുന്നു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ ക്ലൈമാക്സിലൂടെയാണ് കേട്ടോ പവിത്രം ഇനി കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.